ബഡ്ജറ്റ് 2025 അനൗൺസ് ചെയ്തതുപോലെ തന്നെ ഇൻകം ടാക്സ് ബില്ല് 2025 റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. കറൻ്റ്ലി ഇതിനെ ബില്ലെന്നേ വിളിക്കാൻ പറ്റും. ബിക്കോസ് പ്രസിഡൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് ഇൻകം ടാക്സ് ആക്ട് ആയിട്ട് മാറുകയുള്ളൂ. സോ ഈ ലേറ്റസ്റ്റ് ആക്ടിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നോക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. കോമൺ ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ആൻസർ ചെയ്യാം. ഇപ്പോൾ നിലവിലുള്ള ഇൻകം ടാക്സ് ആക്ട് 1961 ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ആക്ടാണ്. ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻകം ടാക്സ് ബിൽ 2025 ടോട്ടൽ 622 പേജസ് ആണ് വരുന്നത്. ഇത് മുൻപ് ഉണ്ടായിരുന്ന ആക്ടിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് ആക്കിയിട്ടുണ്ട്. അതായത് ഒരുപാട് എക്സ്പ്ലനേഷൻസ് സിമ്പിളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആക്ടാണെന്നാണ് അവകാശപ്പെടുന്നത്. ആക്ട് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന വീഡിയോയിൽ നമുക്കത് നോക്കാവുന്നതാണ്. ഓൾഡ് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻസും ചാപ്റ്റേഴ്സും എല്ലാം മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 23 ചാപ്റ്റേഴ്സാണ് വരുന്നത്. സെക്ഷൻസും ചാപ്റ്റേഴ്സും എല്ലാം മാറിയിട്ടുണ്ട്. മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെക്ഷൻസും ചാപ്റ്റേഴ്സും അതുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ അതേ ചാപ്റ്റർ തന്നെ ആയിരിക്കില്ല ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 44 AD എന്നോ AD എന്ന് പറയുന്ന പോലെ അങ്ങനെ സെക്ഷൻ നമുക്ക് ഈ ആക്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കറിയാവുന്ന പല കേസസിൻ്റെയും പ്രൊവിഷൻസിൻ്റെയും സെക്ഷൻസും ചാപ്റ്റേഴ്സും എല്ലാം ഇവിടെ മാറിയിട്ടുണ്ട്. സോ ആ പുതിയ സെക്ഷൻസും എക്സ്പ്ലനേഷൻസും എല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും. ബട്ട് ഒരു ഓവർവ്യൂവിൽ പഴയ ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ആ എക്സ്പ്ലനേഷൻസ് കുറച്ചും കൂടി സിമ്പിളാക്കിയിട്ടുണ്ട്. ആ സെക്ഷൻസും ചാപ്റ്റേഴ്സും എല്ലാം മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ഫസ്റ്റത്തെ 20 പേജസ് ഒന്ന് ഓവർവ്യൂ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ടോട്ടൽ 23 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ടോട്ടൽ സെക്ഷൻസ് വരുന്നത് 536 സെക്ഷൻസ് ആണ്. ഓൾഡ് ഇൻകം ടാക്സ് ആക്ടിൽ 298 സെക്ഷൻസ് ആയിരുന്നു. ഇവിടെ 536 സെക്ഷൻസ് വരുന്നുണ്ട്. ഇനി പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചേഞ്ചാണ് ടാക്സ് ഇയർ എന്ന് പറയുന്നത്. പേജ് നമ്പർ 44 നിങ്ങൾക്കത് കാണാൻ സാധിക്കും. For the purposes of this act, tax year means 12 months period of financial year commencing on April 1st. 1961 ഇൻകം ടാക്സ് ആക്ടിൽ പ്രീവിയസ് ഇയർ എന്നും അസസ്മെൻറ്റ് ഇയർ എന്നാണ് യൂസ് ചെയ്യാറുള്ളത്. ആ ടേംസ് ഒഴിവാക്കിക്കൊണ്ട് ടാക്സ് ഇയർ എന്നുള്ള കൺസെപ്റ്റാണ് വരുന്നത്. അതായത് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയറിനെ ടാക്സ് ഇയർ എന്ന് വിളിക്കുന്നു. അതേ ടേംസിലായിരിക്കും എല്ലാ പ്രൊസീഡിങ്സും ഇനി കൺക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ അസസ്മെൻറ്റ് ഇയർ എന്നോ പ്രീവിയസ് ഇയർ എന്നോ മെൻഷനിങ് ഇല്ല. ടാക്സ് ഇയർ എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന കേസാണ് CMA ആൻഡ് CS ഇൻകം ടാക്സ് ഓഡിറ്റിൻ്റെ പെർമിഷൻ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ചേഞ്ചും വന്നിട്ടില്ല. CS മാത്രമാണ് ടാക്സ് ഓഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. then ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ഡൗട്ട് വന്നിരുന്നു. ഒരു ആക്ടിൻ്റെ ആപ്ലിക്കബിലിറ്റി സെക്ഷൻ 1 വായിച്ചാൽ കിട്ടും. ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഓൾമോസ്റ്റ് എല്ലാ ആക്ടിലും അത് തന്നെയായിരിക്കും. ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ആക്ടിൻ്റെ പേര് ദിസ് ആക്ട് മേ ബി കോൾഡ് ഇൻകം ടാക്സ് ആക്ട് 2025. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ. ഇറ്റ് ഷാൽ കം ഇൻ ടു ഫോഴ്സ് ഓൺ ദ 1st April 2026. അപ്പോൾ April 2026 മുതലാണ് ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത്. അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് 2025 ഫിനാൻഷ്യൽ ഇയർ 2025-26 ഇയേഴ്സിലേക്ക് ഉള്ളതാണ്. അതായത് പ്രീവിയസ് ഇയർ 2025-26. അതിൻ്റെ അസസ്മെൻറ്റ് ഇയർ വരുന്നത് 2026-27. റൈറ്റ്. ഇത് ഓൾഡ് ഇൻകം ടാക്സ് ആക്ട് 1961 അനുസരിച്ച് തന്നെയാണ് അസസ്മെൻറ്റ് നടക്കുന്നത്. പുതിയ ആക്ട് 2025 ആക്ട് നിലവിൽ വരുന്നത് April 2026 മുതലാണ്. അതായത് ഫിനാൻഷ്യൽ ഇയർ 2026-27 പുതിയ ഇൻകം ടാക്സ് ആക്ട് ആപ്ലിക്കബിൾ ആവുന്നത്. പുതിയ ആക്ടിലെ പ്രൊവിഷൻസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ 2026-27 ടാക്സ് ഇയറിലേക്കാണ് ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അതിൻ്റെ അസസ്മെൻറ്റ് നടക്കുന്നത് 2027-28. ഇത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാര്യത്തിൽ സംശയം വേണ്ട. നിലവിൽ വന്നിട്ടുള്ള ബഡ്ജറ്റിലേക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ സെക്ഷൻസിലും അതിൻ്റേതായ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് എക്സ്പ്ലനേഷൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പ്രസിഡൻ്റ് അപ്രൂവൽ കിട്ടി ആക്റ്റായിട്ട് വന്നതിന് ശേഷം ആപ്ലിക്കബിൾ ആവുന്നതിന് മുമ്പ് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് സ്റ്റഡി ചെയ്യേണ്ടതും പ്രൊവിഷൻസ് മനസ്സിലാക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് റിലീസ് ചെയ്യുന്നതായിരിക്കും. ചാനൽ നോട്ടിഫിക്കേഷൻസിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലും ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇൻകം ടാക്സ് ബിൽ 2025 PDF ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.